السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുക. അടുത്ത കാലങ്ങളിലായി ഇവിടെ ഇസ്ലാഹി രംഗത്ത് വലിയ മാറ്റങ്ങൾ, അൽഫിത്ര, പള്ളി, മദ്രസ ഒക്കെ വന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വലിയ ഒരു അതിഥി കടന്നു വരികയാണ്. വീട്ടിലൊരു വിരുന്നുകാരൻ വരുന്നു എന്നറിഞ്ഞാൽ നമ്മളെ സ്ത്രീകൾക്കൊക്കെ വല്ലാത്തൊരു പ്രയാസമാണ്. അടിച്ചും തുടച്ചും വൃത്തിയാക്കിയും, ഞങ്ങളെ നാട്ടിലൊക്കെ നനച്ചുള്ളി എന്നാ പറയും. നിങ്ങളെ നാട്ടിൽ എന്താണെന്നറിയില്ല. റമദാൻ വരുന്നതിന് മുമ്പ് എല്ലാ മുക്കും മൂലയും അടിച്ച് തുടച്ച് പൊടി വൃത്തിയാക്കി എത്ര വിശ്വാസം തീരൂല. നിങ്ങളെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും, അതിന് വേറെ പേരായിരിക്കും. അതവിടെ കിടക്കട്ടെ, അതുണ്ടായിക്കോട്ടെ, ഇല്ല കഴിയാത്തവർ ചെയ്യണം. പക്ഷേ ആ അതിഥി കടന്നു വരുന്നതിന് മുമ്പ് വലിയ ഒരു മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട്. അൽ ഇസ്തിഅദാദു ലിശഹ്രി റമദാൻ, റമദാൻ മാസത്തിന് തയ്യാറെടുക്കലാണ്. അതിൽ പ്രത്യേകം പറയാനുള്ളത്, നഷ്ടപ്പെട്ട നോമ്പുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവർ നോമ്പ് നോക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഖളാ വീട്ടണം എന്നുള്ളതാണ്. തൗബ വൈകിപ്പിച്ചുകൂടാ എന്നുള്ള കാര്യമാണ്. വരാനിരിക്കുന്ന അതിഥി ആരാണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, റമദാനിന്റെ മഹത്വവുമുണ്ട്, നോമ്പിന്റെ മഹത്വവുമുണ്ട്. റമദാനിന്റെ മഹത്വം അത് ഖുർആനിന്റെ ഇറക്കമാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസം. ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതയാണ് റമദാനിന്റെ മറ്റൊരു മഹത്വം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ ലൈലത്തുൽ ഖദർ ഉള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീത രാവാവുന്ന ലൈലത്തുൽ ഖദർ റമദാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ അസ്സലാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ, അവക്കിടയിൽ വിശ്വാസി ചെയ്യുന്ന ചെറിയ പാപം. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ, ഒരു ഹജ്ജ് മുതൽ അടുത്ത ഹജ്ജ് വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ ഒരു വിശ്വാസി ചെയ്യുന്ന ചെറിയ പാപങ്ങൾ അല്ലാഹ് ഫ്രീ ആയി പുറത്തു കൊടുക്കുന്നു. റമളാന്റെ മഹത്വമാണ്. ഖുദാ ഗോത്രത്തിലെ ബലി വംശത്തിൽപ്പെട്ട 2 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇമാം അഹ്മദ് ധരിക്കുന്ന ഹസൻ ദറജയുള്ള ഹദീസാണ്. അങ്ങനെ അതിൽ ഒരാൾ രക്തസാക്ഷിയായി, അടുത്തൊരാൾ 1 വർഷം കഴിഞ്ഞ് സാധാ രൂപത്തിൽ മരണപ്പെട്ടു. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഈ 2 ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. പക്ഷെ ആദ്യമായി പ്രവേശിക്കുന്നത് രക്തസാക്ഷിയല്ല, മറിച്ച് 1 വർഷം കൂടെ ജീവിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിത്വമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാര്യം പറയപ്പെട്ടപ്പോൾ എന്താ റസൂൽ പറഞ്ഞു? സാധാരണ രക്തസാക്ഷികൾക്ക് അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്, റസൂൽ പറഞ്ഞതറിയോ? അദ്ദേഹം 1 വർഷം കൂടെ ജീവിച്ചില്ലേ? 1 വർഷം ജീവിച്ച എത്ര
നിസ്കാരം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഒരു വർഷം കൂടെ ജീവിച്ചില്ല, ഒരു റമളാൻ കൂടി ലഭിച്ചില്ലേ. അതുകൊണ്ടാണ് ഒരു ഷഹീദ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഇദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്നാണ്. റമളാനിന്റെ മഹത്വമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ്. ഇദാ ദഖല റമളാനു ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നീറാൻ വസുഫിദത്തി ശയാത്തീൻ. റമളാൻ മാസമായി കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചിന്റെ കൂട്ടത്തിലുള്ള ജിന്നുകളിലെ മറദത്തിനെ ചെങ്ങലയ്ക്ക് ഇടപ്പെടുകയും ചെയ്യുന്നു. വഖീല യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയൽ ശർരി അദ്ബിർ. ഓ നന്മ കാംക്ഷിക്കുന്ന മനുഷ്യരെ ഇതാ കടന്നു വരിക, തിന്മയിലൂടെ അഭിരമിക്കുന്ന മനുഷ്യരെ നിങ്ങളുടെ ഈ ഏർപ്പാട് നിർത്തുക എന്ന വിളിയാളം ഉണ്ടാവുന്ന മാസമാണ്. അപ്പൊ ഇത്രയൊക്കെ മഹത്വങ്ങൾ, ഇതൊക്കെ റമളാനിന്റെ മഹത്വം, ഇതല്ലാത്ത മഹത്വം. നമ്മൾ കുറഞ്ഞ സമയമാണുള്ളത്. ഈ നോക്കി നിങ്ങൾ നോമ്പിന്റെ മഹത്വം. റമളാനിൽ കുറെ പരിപാടികൾ നമുക്കുണ്ട്. നോമ്പിന്റെ മഹത്വം അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം, എനിക്ക് അമല് ചെയ്യാനാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമല് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹ്. അബൂ ഉമാമങ്ങൾ നോമ്പ് നോൽക്കുക, നോമ്പിനെ പോലെ മറ്റൊരു അമൽ ഇല്ല എന്നാണ്. അപ്പൊ ഈ ശഅബാൻ മാസത്തിൽ തന്നെ നിങ്ങൾ നോക്കി, ശഅബാൻ മാസത്തിൽ തുടക്കത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലാണ് ഒരു മാസം മുഴുവനായി നോമ്പ് നോറ്റിരുന്നത്. പിന്നെയോ സുന്നത്ത് നോമ്പുകൾ ഏറ്റവും കൂടുതൽ അനുഷ്ഠിച്ചിരുന്നത് ശഅബാൻ മാസത്തിലാണ്. ചിലപ്പോ തോന്നുന്നു നബി നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഇനി ഈ മാസം ഫുള്ള് നോൽക്കുന്നു, ചിലപ്പോ ഇടക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇനി നബി നോൽക്കൂല എന്ന് വിചാരിക്കും. മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനെ പോലെ സുന്നത്ത് നോമ്പെടുത്ത ഒരു മാസവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരാൾ ഒരു നോമ്പ് നോറ്റാൽ അള്ളാന്റെ മാർഗത്തിൽ ഒരു നോമ്പ് നോറ്റി കഴിഞ്ഞാൽ എന്താ അതിന്റെ മഹത്വം? 70 വർഷം നരകത്തിൽ നിന്നും അകറ്റപ്പെടുമെന്നാണ്. 70 വർഷം. അതുകൊണ്ടാണ് മഹാന്മാരായ പല സഹാബിമാർ യാത്രയിലായിട്ട് പോലും, നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമല്ലാതിരുന്നിട്ട് പോലും, അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ പോലുള്ള സഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ യാത്രയിലാണ്, പെരുംചൂടാണ്, ചൂടിന്റെ കാഠിന്യത്താൽ കൈ ഇങ്ങനെ തരയിൽ വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും നോമ്പില്ല, 2 ആളുകൾക്കൊഴിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹയും ഒഴിച്ച് വേറെ ആർക്കും നോമ്പില്ല. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരൊറ്റ നോമ്പ് കൊണ്ട് 70 വർഷം നരകത്തിൽ അകറ്റപ്പെടുന്നു എന്നാണ്. അതാണ് നോമ്പ്. സഹോദരങ്ങളെ, ഈ മഹത്വങ്ങളൊക്കെ നമ്മളൊരു വയല് പറയാൻ കേൾക്കുകയല്ല. ഇത്ര വലിയൊരു മഹത്വം, പടച്ച റബ്ബേ, എൻ്റെ ജീവിതത്തിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞു പോയി, എത്ര വർഷമായി ഞാൻ ജീവിക്കുന്നു. ഇത്രത്തോളം മഹത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമളാനിൽ ഹയാത്ത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നോമ്പ് എന്ന് മാത്രമല്ല ഈ റമളാൻ മാസത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ആ ഒരു റമളാനോട് കൂടി ഇൻഷാ അല്ലാഹ് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന നിയ്യത്തുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലു മിൻഹുമുസ് സ്വായിമൂൻ ഇന്ന ലിൽ ജന്നതി ബാബൻ യുഖാലുഹു റയ്യാൻ യദ്ഖുലു മിൻഹുമുസ് സ്വായിമൂന വലാ യദ്ഖുലു അഹദുൻ ഗൈറുഹു. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ, ഒരു കവാടത്തിന്റെ പേരാണ് അർ-റയ്യാൻ. എന്താ അതിന്റെ പ്രത്യേകത? നോമ്പുകാർക്ക് മാത്രം പ്രവേശിക്കാൻ സാധിക്കും. നോമ്പുകാരെന്ന് പറഞ്ഞാൽ റമളാൻ നോമ്പ് എല്ലാവരും നോൽക്കുന്നുണ്ട്. അപ്പൊ റമളാൻ നോമ്പ് മാത്രമല്ല, അതിന്റെ കൂടെ തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്,
അയ്യാമുൽ ബീർ എന്ന് പറയുന്ന ചന്ദ്രമാസത്തിലെ അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്, അതേപോലെ അറഫ നോമ്പ്, അതേപോലെ തന്നെ ശഅബാനിൽ അധികമായി സുന്നത്ത് നോമ്പ്, ശവ്വാലിലെ 6 നോമ്പ്, ഇങ്ങനെ നോമ്പുമായിട്ടും ജീവിതം ബന്ധപ്പെട്ട ആൾ അവർക്ക് ആ റയ്യാനിലൂടെ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗഭാഗ്യവാന്മാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി നോക്കി നിങ്ങൾ, റസൂൽ ഒരു ഖുദ്സിയ ഹദീസിലൂടെ, ഖുദ്സി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനാണ് ഖുദ്സിയ ഹദീസ് എന്ന് പറയാം. എന്താ അവിടെ ധാരാളം മഹത്വങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫൈൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സായിമുൻ. നോമ്പുകാരനോട് ആരെങ്കിലും ചണ്ടക്ക് വന്നാൽ, തർക്കത്തിൽ വന്നാൽ, തല്ലുകൂടാൻ വന്നു കഴിഞ്ഞാൽ അവൻ പറയാ ഇന്നി ഇംറുഉൻ സായിം, എനിക്ക് നാവില്ലാഞ്ഞിട്ടല്ല, ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ ഇതല്ല അല്ലക്കും തത്തഖൂൻ, ഈ ഒരു നോമ്പിലൂടെ തഖ്വ ഉണ്ടാക്കിയെടുക്കലാണ് അള്ളാഹു എന്നിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നാവിനെ നിയന്ത്രിച്ചിരിക്കുന്നു, എന്റെ മനസ്സിനെ നിയന്ത്രിച്ചിരിക്കുന്നു, എന്റെ കണ്ണിനെ നിയന്ത്രിച്ചിരിക്കുന്നു. ഇന്നി ഇംറുഉൻ സായിമുൻ, ഞാൻ ഒരു നോമ്പുകാരനാണ്. ലഖലൂഫു ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സൗരഭ്യമാണ് അവന്റെ വായുടെ, നോമ്പുകാരന്റെ വായുടെ വാസനയ്ക്ക് എന്ന് പറയുമ്പോ അതിന്റെ മഹത്വമാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അല്ലാഹു പറയുന്നു, എല്ലാ അമലുകൾക്കും ഉള്ള മഹത്വവും ഈ അമലിന്റെ മഹത്വവും പ്രത്യേകം താരതമ്യം ചെയ്യുന്നു. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് മഹത്വം, അതിന് പ്രതിഫലം കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും ആർക്കാണ്? അള്ളാഹുവിനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു ഈ അമലുകളുടെ കൂട്ടത്തിൽ നോമ്പിനെ പ്രത്യേകം എടുത്ത് ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുന്നത്, കയ്യും കണക്കുമില്ലാതെ. സാധാരണ ഒരു അമല് ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ, ചിലപ്പോൾ അതിലും കൂടുതലായിരിക്കും. പക്ഷെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ പ്രതിഫലം എത്രയാണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പൊ ഇത്തരത്തിലുള്ള ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സഹാബ വനിതകൾ അവർ ചെറിയ കുട്ടികളെ നോമ്പ് നോൽപ്പിച്ചിരുന്നത്. റമദാൻ നോമ്പ് നിർബന്ധമാകുന്നത് മക്കയിൽ വെച്ചല്ല. 53-ാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നു. അതും കഴിഞ്ഞ് 2 വർഷം ബദർ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് റമദാനിലാണല്ലോ. ആ റമദാനിലാണ് റമദാനിലുള്ള നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ 183 മുതൽ 187 വരെയുള്ള ആ 5 ആയത്തുകളിലാണ് നോമ്പിനെ കുറിച്ച് പറയുന്നത്. റുബയ്യ ബിൻത് മുഅവ്വദ് റളിയല്ലാഹു അൻഹ സഹാബി വനിത, അവര് പറയുന്നു, റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കുട്ടി കുന്നാ നസൂമു വനുസവ്വിമു സുബിയാനനാ, ഞങ്ങൾ നോമ്പ് നോൽക്കാറുണ്ട്, അതേപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളെ നോമ്പ് നോൽപ്പിക്കാറുമുണ്ടായിരുന്നു. ഏത് കുട്ടികളാ? കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന കുട്ടികൾ. അവരെങ്ങാനും വിശന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പല ഉമ്മമാരും ചെയ്യുന്ന പോലെ പൊലച്ചക്ക് എണീപ്പിക്കൂല, നോമ്പ് നോൽപ്പിക്കൂല, കുട്ടിയുടെ സ്കൂളിന്റെ ഭാരം ആലോചിച്ച്, സ്കൂൾ ബാഗിന്റെ ഭാരം ആലോചിച്ചിട്ട് കുട്ടിയെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കൂല. പക്ഷെ സഹാബ വനിതകൾ അവരെന്താ ചെയ്തിരുന്നത്? കുന്നാ നസൂമു വനുസവ്വിമു സുബിയാനനാ, അങ്ങനെ വിശന്ന് കരഞ്ഞാൽ ഈ വിശപ്പിന്റെ അതിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുവാൻ വേണ്ടി രോമം കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, പരലോകത്ത് ഒരാളും രക്ഷിക്കാൻ വരാത്ത വേളയിൽ, ആരും ശുപാർശ പറയാൻ എത്താത്ത വേളയിൽ രണ്ടാളുകൾ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ ശുപാർശ പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആനും നോമ്പും പരലോകത്ത് ശുപാർശക്കാരനായി വരും.
നോമ്പ് പറയും ഐ റബ്ബി മനഅതുഹു അത്ത്അം വശറാബ്, റബ്ബേ മനഅതു അത്ത്അം, ഞാനിതാ റമളാന്റെ പകൽ സമയത്ത് ഇയാൾക്ക് അന്നപാനീയങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നു. ആരും കാണാതിരുന്നിട്ട് പോലും, അങ്ങേയറ്റത്തെ ദാഹമുണ്ടായിട്ട് പോലും, ഒതു ഉണ്ടാക്കുമ്പോൾ പോലും ആരും അറിയാതെ വായിൽ വെള്ളം കുപ്പിക്കുമ്പോൾ കുടിക്കുന്നില്ല. തുപ്പി 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 വായിലുള്ള ജലാംശം പൂർണ്ണമായി കളയുന്നു. അങ്ങനെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന, വൈദാഹങ്ങളെ നിയന്ത്രിച്ചിരുന്നു. അതുകൊണ്ട് അയാളുടെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണേ. ഖുർആൻ പറയും, റബ്ബേ ഇയാൾ രാത്രികാലത്ത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രി നമസ്കരിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയുടെ വിഷയത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണേ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാവുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമളാൻ പരമാവധി മുതലാക്കാൻ കഴിയണം. റമളാൻ വരെ നമുക്ക് ഹയാത്തുണ്ടെങ്കിൽ, എത്രയോ ആളുകൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയി, ഈ റമളാൻ ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്ത് തരികയാണെങ്കിൽ ഈ ഒരു റമളാൻ കൊണ്ടെങ്കിലും അതിൽ ധാരാളം സൽക്കർമ്മങ്ങൾ, പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക, നോമ്പ് വളരെ ആത്മാർത്ഥമായിരിക്കുക. അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കിക്കൊണ്ട്, നാവിനെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ റബ്ബിലേക്ക് ഖുർആൻ പാരായണം ചെയ്ത് അവസാന പത്തിൽ പൂർണ്ണമായി ഇഅ്തികാഫിരിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തുകൊണ്ട്, അതല്ല ഈ ഒരു മാസത്തിൽ റമളാനിൽ ഉംറ ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ട്, ഇതൊരു ഖുർആനിന്റെ മാസമാണല്ലോ, ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ എന്ന് മനസ്സിലാക്കി ഒരു തവണയെങ്കിലും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഖത്തം ചെയ്യും എന്ന ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അങ്ങനെ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കണം. സഹോദരങ്ങളെ, ഏതൊരു അമലും ആ അമലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് അറിയൽ അനിവാര്യമാണല്ലോ. അപ്പൊ അതിന്റെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിലൊന്നെന്തെന്ന് വെച്ചാല്, റമളാൻ ആയിന്ന് എങ്ങനെ അറിയാം? കലണ്ടർക്ക് നോക്കുകയാണോ, മൊബൈലിക്ക് നോക്കുകയാണോ, ആകാശത്ത് നോക്കുകയാണോ? ഒന്ന്, ശഅബാൻ മാസം 30 പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു സംശയമില്ല, പിറ്റേ ദിവസം റമളാൻ 1 ആണെന്നുള്ളത്. ശഅബാൻ മാസം 29 ആണെങ്കിൽ മാസം കണ്ടാൽ പിറ്റേന്ന് റമളാൻ 1 ആണ്. മാസം കണ്ടിട്ടില്ലെങ്കിൽ ആ മാസം ശഅബാൻ 30 പൂർത്തിയാക്കുക. ഇവിടെ വലിയൊരു ചർച്ചാ വിഷയം, ഇന്നത്തെ കാലത്ത് ഇപ്പോ ഒരു മാസം കാണേണ്ട ആവശ്യമുണ്ടോ ശാസ്ത്രം ഇത്രമാത്രം വികസിച്ച അവസ്ഥയിൽ? അതെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ശാസ്ത്രത്ര വികസിക്കുന്നു, അന്ത്യനാൾ വരെ ശാസ്ത്രം എത്രത്തോളം വികസിക്കുമെന്നുമൊക്കെ അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈ ശരീഅത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ പറഞ്ഞത് സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറൂ, നിങ്ങൾ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പനുഷ്ഠിക്കണം. മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പെരുന്നാൾ നിങ്ങൾ സ്വീകരിക്കണം. ഇനി മേഘാവൃതമാണെങ്കിൽ ആ മാസത്തെ 29 അത് കണക്കാക്കും ഫഖ്ദുറു എന്നാണ്. അപ്പൊ ആ രൂപത്തിൽ മാസം കാണണമെന്ന് നമ്മുടെ നാട്ടില് ഈ മാസം കാലവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളാണ്. അതിന് വിശാലമായ ചർച്ചകളുടെ അതിലേക്ക് നാം പ്രവേശിക്കുന്നതിന് ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിൽ മാസം കാണുക എന്നുള്ളത്, നമ്മൾ കേരളത്തിൽ നമ്മളെ കൂട്ടായ്മ എവിടെയുണ്ടോ അവിടെ മാസം കാണുക എന്നുള്ളതാണ്. ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിന്റെ പേരിൽ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളത് മുൻഗാമികൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണെങ്കിലും ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ മാസം കാണുക എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം എന്നുള്ളത്, പ്രവാസികളായ ആളുകൾ റമളാൻ അവിടുന്ന് അങ്ങോട്ട് പോരും അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പിന് എണ്ണത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഗൾഫിൽ ആദ്യം മാസം കണ്ടു, പിറ്റേന്നാണ് ഇവിടെ നോമ്പായത്. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആള്
ഒരു പക്ഷെ ഇവിടെ 30 ആണെങ്കിൽ അയാൾക്ക് 31 നോമ്പുണ്ടാവും. നേരെ മറിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ 29 നോമ്പാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആൾക്ക് 28 നോമ്പേ ചെയ്ത് കിട്ടുള്ളൂ. അപ്പൊ അയാള് 31 നോമ്പ് അനുഷ്ഠിക്കണോ ഇങ്ങോട്ട് വരുമ്പോ? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ എല്ലാവരും 29, അവിടെ 29 അന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു, എനിക്ക് 28 ആയിട്ടുള്ളൂ, ഞാൻ നോമ്പ് നോൽക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? അവിടെ നമ്മൾ മനസ്സിലാക്കുക അവിടെ ആ നാട്ടിൽ എങ്ങനെയാണ് ഉള്ളത് അതിന്റെ കൂടെ കൂടുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് 30 പക്ഷെ പ്രവാസിയായ ഒരാൾ ഇവിടെ വരുമ്പോ അയാൾക്ക് 30 മുമ്പേ തീർന്നിട്ടുണ്ട്, എങ്കിലും അയാൾ ഇവിടെ നോമ്പ് അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ജനങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന അന്നാണ് നോമ്പ്. പെരുന്നാളും അങ്ങനെ തന്നെ. അയാൾ ഒറ്റയ്ക്ക് ഒരു പെരുന്നാൾ ആഘോഷിക്കലല്ല. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ 29 നോമ്പേ ആ വർഷത്തിലുള്ളൂ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോയ സ്ഥിതിക്ക് അയാൾക്ക് 28 കിട്ടിയിട്ടുള്ളൂ. പിറ്റേ ദിവസം എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ നോമ്പ് നോൽക്കുക എന്ന് പറയല്ല, മറിച്ച് അയാൾ അന്ന് പെരുന്നാൾ ആഘോഷിക്കുക, ഒരു നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി പിന്നീട് അത് ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പതിവില്ല, സാധാരണ തിങ്കളും വ്യാഴം ഒന്നും നോമ്പെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ 1-2 ദിവസങ്ങൾ 28-30 ദിവസങ്ങൾ അത് നോമ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. സംശയമുള്ള ദിവസം ഒരാൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നാളെ ഇപ്പോ റമദാന് 1 ആകുമോ അതല്ല ശഅബാൻ 30 ആകുമോ എന്നൊക്കെയുള്ള ദിവസം, അങ്ങനെ യൗമുശക് എന്നാണ് അതിന് പറയുക. അത് ഒരാൾ നോമ്പനുഷ്ഠിച്ച് കഴിഞ്ഞാൽ ഫഖദ് അസ അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അത് അവൻ ധിക്കാരം കാണിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട കുറെ അഹ്കാമുകൾ ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഒന്ന്, കാഫിറായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോമ്പ് ഇല്ല. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല. എന്നിരുന്നാലും പരമാവധി അവരെ നോമ്പ് നോൽപ്പിക്കുവാനുള്ള പ്രോത്സാഹനം രക്ഷിതാക്കൾ കൊടുക്കണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളുടെ സ്കൂൾ ബാഗും ഒക്കെ കണ്ട് നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഉമ്മമാര് അവരെ നോമ്പ് നോൽപ്പിക്കാറില്ല. ആ ശീലം ഒഴിവാക്കണം. എത്രത്തോളം കഴിയുമോ അത്രത്തോളം നോമ്പ് നോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഭ്രാന്തനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തന്മാർക്ക് നോമ്പില്ല. കാരണം മതശാസ്ത്രങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റുഫിയൽ അഖ്ലാം അൻ സലാസ്, 3 വിഭാഗം ആളുകൾക്ക് മതശാസ്ത്രങ്ങളില്ല. ഒന്ന് ഭ്രാന്തനാണ്, ആ ഭ്രാന്തന്മാർക്ക് നോമ്പ് ഇല്ല, മതശാസ്ത്രങ്ങളില്ല, നിസ്കാരമില്ല എന്നുള്ളത് തന്നെ. ഇനി അതേപോലെ തന്നെ അശക്തരായ ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയാത്ത രോഗികളായിരിക്കാം, പ്രായം കൂടിയ ആളുകളായിരിക്കാം. ഈ രോഗികൾ എന്ന് പറയുമ്പോൾ പല രൂപത്തിൽ രോഗികൾ. ഇപ്പൊ ഒരാൾക്ക് ജലദോഷമാണെങ്കിൽ അയാൾ രോഗിയാണ്. അയാൾ പറയും, ഞാൻ രോഗിയാണ്, ഇസ്ലാം ഏതായാലും ഇളവ് തന്നിട്ടുണ്ടല്ലോ, ഞാൻ നോമ്പ് നോൽക്കുന്നില്ല എന്ന് പറയാൻ പാടില്ല. മറിച്ച് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള രോഗികളാണ് അവിടെ ഉദ്ദേശം. ഈ രോഗം തന്നെ ഈ 2 രൂപത്തിലുണ്ട്. ഒന്ന്, താൽക്കാലികമായ രോഗം, ആ രോഗം മാറും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് റമദാനിൽ അവർക്ക് പ്രശ്നമുണ്ടോ നോമ്പ് ഒഴിവാക്കുക, പിന്നീട് അവര് ഖളാ വീട്ടുക, നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു വിഭാഗം രോഗികൾ. മറ്റൊരു വിഭാഗം രോഗികൾ ഇനി ജീവിതത്തിൽ അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അങ്ങേറ്റത്തെ ഷുഗറുള്ള ആളുകൾ, അങ്ങനെ പല രോഗികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല. ടാബ്ലറ്റ് കഴിക്കണം, മരുന്ന് കുടിക്കണം, അതേപോലെ തന്നെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അവർ ചെയ്യേണ്ടത് നോമ്പ് നഷ്ടപ്പെട്ടതിന് പകരമായി ഫിദിയ കൊടുക്കണം. ഒരു നേരത്തെ ഒരു ഭക്ഷണം, ഒരു സാധുവിന് കൊടുക്കുക, ഭക്ഷണം ആക്കി കൊടുക്കുക, പൈസ ആയി കൊടുക്കല്ല, ഭക്ഷണമായി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 2 മുദ്ദ്, ഒരു 1.25 കിലോ ആ രൂപത്തിലുള്ള മുഖ്യ ആഹാരമാവുന്ന അരി അവർക്ക് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതേപോലെ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളാണ് വാർദ്ധക്യമായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ. രോഗികളല്ല അവര്, വാർദ്ധക്യമായ ആളുകൾ. അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഫിദിയ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, വാർദ്ധക്യമായി ബുദ്ധി നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ വാർദ്ധക്യം ഈ വാർദ്ധക്യം വ്യത്യാസമുണ്ട്. വാർദ്ധക്യമാണ്, ബുദ്ധിയുണ്ട്, ഖളാ വീട്ടണം. മറ്റൊന്ന് വാർദ്ധക്യമാണ്, ബുദ്ധി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക്
നോമ്പില്ല, ഫിദിയയില്ല, ഖലായില്ല. അത് നേരത്തെ പറഞ്ഞ മജ്നൂൻ, ഭ്രാന്തന്മാർ എന്ന ഒരു അവസ്ഥയിലാണ് അവർ എത്തുക എന്നാണ്. അതേപോലെ തന്നെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് ഒഴിവാക്കാനുള്ള അനുവാദം അവർക്കുണ്ട്. ഫ്ലൈറ്റിൽ പോവാണെങ്കിലും ശരി, എത്ര പെട്ടെന്ന് എത്തിയാലും ശരി, യാത്ര എന്ന ദൂരപരിധിയിൽ ഉള്ള ആളാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കുവാനുള്ള അവസരമുണ്ട്. എന്നിരുന്നാലും ഒരാൾ വിചാരിക്കുകയാണ്, ഇപ്പൊ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഞങ്ങളുടെ കൂട്ടത്തില് യാത്ര പോകുമ്പോൾ നോമ്പ് ഉള്ള ആളുകളുണ്ട്, നോമ്പ് ഇല്ലാത്ത ആളുകളുണ്ട്. നോമ്പ് ഉള്ള ആളുകൾ നോമ്പ് ഇല്ലാത്തവരെയോ നോമ്പ് ഇല്ലാത്ത ആളുകൾ നോമ്പ് ഉള്ളവരെയോ ആക്ഷേപിക്കാറില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നേരത്തെ ഞാൻ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു, ഒരു യാത്രയിലാണ്, ചൂടിന്റെ കാഠിന്യത്താൽ തലയിൽ കൈവച്ചിരിക്കുന്നു. അവിടെ അബ്ദുല്ലാഹി റവാഅക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മാത്രമാണ് നോമ്പ് ഉണ്ടായിരുന്നത് എന്നാണ്. അതേപോലെ തന്നെ മറ്റ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും, അവര് മക്കം ഫത്തിനു വേണ്ടി പോവാണ്. അങ്ങനെ മദീനയിൽ പോയി മക്കയോടടുത്ത് ഖുറാഉൽ ഗമീം എന്ന സ്ഥലത്തെത്തുന്നത് വരെ നോമ്പ് നോറ്റു. ആ യാത്രയിൽ മുഴുവൻ നോമ്പുറ്റു. അവിടെ എത്തിയപ്പോ സഹായിമാരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാന്റെ പകൽ കാണെ വെള്ളം കുടിച്ചു, നോമ്പ് മുറിച്ചു. അപ്പൊ കുറച്ച് ആളുകൾ നോമ്പ് മുറിച്ചില്ല. ഈ ഒരു പക്ഷേ മക്കം ഫത്താണ്, യുദ്ധം സാഹചര്യമുണ്ട്, അപ്പൊ അവിടെ ശക്തി വേണം, തളർച്ച ഉണ്ടാകാൻ പാടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടുന്ന നബിയെ, ഇനിയും കുറച്ച് ആൾക്കാർ നോമ്പ് അവർ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ഉലൈകൽ ഉസാദ്, അവർ ധിക്കാരമാണ് കാണിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഓരോരുത്തർ നോക്കുക, ഒരാൾ യാത്രയിലാണ്, പ്രശ്നമൊന്നുമില്ലെങ്കിൽ ആള് തുടർത്തിക്കോട്ടെ. റമളാന്റെ പോലെ ഒരു മഹത്വം പിന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് അങ്ങേറ്റത്തെ പ്രയാസമാണ്. ഒരു രോഗിയാണെങ്കിൽ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് രോഗം മൂർജിക്കും എന്നൊരവസ്ഥയിലാണെങ്കിൽ അവർ നോമ്പ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ആർത്തവകാരികൾ, പ്രസവരക്തമുള്ള സ്ത്രീകൾ, അവർ ഒരിക്കലും നോമ്പ് നോൽക്കാൻ പാടില്ല, പിന്നീട് ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഗർഭിണിയാണ് എങ്കിൽ ഒന്നുകിൽ ഡോക്ടർ പറയാണ് ഒരിക്കലും നിങ്ങൾ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് പറയാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വയം ഇതിനെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. അത് അവരുടെ ശാരീരികമായ പ്രയാസമാകട്ടെ, അല്ല ഞാൻ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ ബാധിക്കും എന്നായിരുന്നാലും ശരി, അവർ നോമ്പ് ഒഴിവാക്കി പിന്നീട് അവർ ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ മുലയൂട്ടുന്ന ഉമ്മമാരും ഇങ്ങനെ തന്നെയാണ്. നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ പിന്നീട് ഖളാ വീട്ടുകയാണ് ചെയ്യാറുണ്ട്. സാധാരണ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു വർഷം ഗർഭിണിയായി, പിറ്റേ വർഷം 2 വർഷം മുലയൂട്ടണമെന്നാണല്ലോ, അങ്ങനെ 3 വർഷത്തെ നോമ്പ് ഞാൻ നോറ്റിട്ടില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാം? അവിടെ ഒന്ന് ചെയ്യേണ്ടത്, ഗർഭിണികൾ മിക്ക ആളുകൾക്കും നോമ്പ് നോൽക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്നാൽ ചില ആളുകൾക്ക് കഴിയും ചെയ്യും, അവർ നോമ്പ് നോൽക്കട്ടെ. ഈ മുലയൂട്ടുന്ന ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ വേണമെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു 3-4 മാസമൊക്കെ ആയിക്കഴിഞ്ഞാല് ആഴ്ചയിൽ 1-2 നോമ്പൊക്കെ എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അങ്ങനെ അവരെ കൊണ്ട് വീട്ടാൻ സാധിച്ചാൽ വീട്ടുക, ഇല്ലെങ്കിലോ പിന്നീട് എന്നാണ് അവരുടെ തടസ്സങ്ങൾ നീങ്ങുന്നത്, ആ തടസ്സങ്ങൾ മാറിയ ശേഷം പിന്നീട് അവർ ഖളാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അതിനൊരു ഫിദിയ കൊടുക്കേണ്ടതില്ല എന്നതാണ് അല്ലാഹു അഅലം ഏറ്റവും സ്വീകാര്യോഗ്യമായി പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ കുഞ്ഞിന്റെ കാര്യം കൊണ്ടാണ് മുലയൂട്ടുന്ന ഉമ്മയും ഗർഭിണിയും നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ അവര് നോമ്പ് നോക്കുന്നതിന് പുറമെ ഫിദിയയും കൊടുക്കണം എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അങ്ങനെ വേണ്ടതില്ല, മറിച്ച് ഖളാ വീട്ടിയാൽ മതി എന്നാണ്. സഹോദരങ്ങൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കുറെ ഉണ്ട്. പിന്നെ ഒന്ന്, റമളാന്റെ പകൽ സമയത്ത് ജിമാ ഉണ്ടാകാൻ പാടില്ല, ഭാര്യ ഭർത്ത ബന്ധം ഉണ്ടാകാൻ പാടില്ല. മനഃപൂർവ്വം ഇൻസാലുൽ മനി സ്ഖലനം സംഭവിപ്പിക്കുവാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് അന്നപാനീയങ്ങൾ കുടിക്കുവാൻ പാടില്ല. അന്നപാനീയങ്ങൾക്ക് അതേപോലെയുള്ള ഗ്ലൂക്കോസ് അത്തരത്തിലുള്ള മരുന്നുകൾ ശരീരത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ്. അതേപോലെ തന്നെ ഈ പരമാവധി ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന ആളുകൾ, ബ്ലഡ് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഏതായാലും രോഗികളാണ്, നോമ്പുണ്ടാവില്ല, അങ്ങനെ കയറ്റിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും. പരമാവധി ഡൊണേഷൻ ചെയ്യുന്ന ആള് റമളാന്റെ പകലിൽ അവർ ഒഴിവാക്കിയാണ് ചെയ്യേണ്ടത്. അത്യാവശ്യമാണ് എങ്കിൽ റമളാന്റെ പകലിൽ അവർ ഡൊണേഷൻ ചെയ്ത് പിന്നീട് ഖളാ വീട്ടലായിരിക്കും ഉത്തമം എന്നാണ്. അതേപോലെ മനഃപൂർവ്വം ഛർദി ഉണ്ടാക്കുകയാണെങ്കിൽ നോമ്പ് മുറിയുന്നതാണ്.
മനഃപൂർവ്വമല്ലാത്ത രൂപത്തിൽ ഒരാള് എന്തെങ്കിലും കഴിച്ചു, പ്രത്യേകിച്ച് റമദാന്റെ ആദ്യ ദിവസങ്ങളിലൊക്കെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് നോമ്പ് മുറിയുകയില്ല. റമദാന്റെ പകൽ സമയത്ത് സ്വപ്നസ്ഖലനം ഉണ്ടായി കഴിഞ്ഞാൽ അതും നോമ്പ് മുറിയുകയില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായില്ല, അത് ബാങ്ക് കൊടുക്കഴിഞ്ഞ് 1 മിനിറ്റുള്ളൂ, അപ്പോഴാണ് അവൾക്ക് ആർത്തവം വന്നത് എങ്കിൽ അവൾക്ക് പിന്നെ എന്തായി, ആ നോമ്പ് നഷ്ടപ്പെട്ടു, പിന്നീട് ഖളാ കൂട്ടണം. അതേപോലെ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് അവൾ ശുദ്ധിയായത്. 2 രൂപത്തിലുണ്ടാകുക. ഒന്ന്, രക്തം നിലയ്ക്കുക, രക്തം ഇല്ല എന്ന് ഉറപ്പാകുക. അങ്ങനെ അവൾക്ക് എന്താ, സുബഹിന്റെ തൊട്ട് മുമ്പ് രക്തമൊക്കെ നിലച്ചു, പക്ഷെ കുളിച്ചിട്ടില്ല എങ്കിലും അവൾ പിന്നീട് ആ നോമ്പ് നോൽക്കേണ്ടത്, ആ ഒരു ദിവസത്തെ സുബഹി ആയിട്ടുണ്ടല്ലോ, അവൾ കുളിച്ചിട്ടില്ലെങ്കിലും ശരി അന്ന് മുതലുള്ള നോമ്പ് അവൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ശാരീരിക ബന്ധം പുലർത്തിയ ദമ്പതിമാര് അവർ സുബഹിക്ക് മുമ്പ് കുളിച്ചിട്ടില്ലെങ്കിലും ശരി നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. കുളിയും നോമ്പും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. കുളിക്കേണ്ടത് നോമ്പിനല്ല, കുളിക്കേണ്ടത് നമസ്കാരത്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരാൾ മിസ്വാക്ക് ചെയ്യുക ഒരിക്കൽ നോമ്പ് മുറിയുന്ന കാര്യമല്ല. നിരവധി ഹദീസുകൾ കാണുവാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളൊക്കെ അവർ നന്നായി ദന്തശുദ്ധി വരുത്തിയിരുന്നു എന്നാണ്. ചില ആളുകൾ റമദാന്റെ പകൽ സമയത്ത് ദന്തശുദ്ധി വരുത്താൻ പാടില്ല എന്ന് ചില അഭിപ്രായം നമ്മുടെ നാട്ടിലെ കാണാൻ സാധിക്കുക, ശരിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സുർമയിടുക, ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കാത്ത രൂപത്തിൽ പിന്നെ ടേസ്റ്റ് നോക്കുക, ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ല. നിയ്യത്ത് ഏതായിരുന്നാലും നിർബന്ധമാണ്. ആ നിയ്യത്ത് ഒരിക്കലും നവൈതു സൗമ ഗദി അൻ അദായി ഫർളി റമളാനി ഹാദി സനതി ഇല്ലാഹി തആല, ഇക്കൊല്ലത്തെ നാളത്തെ റമളാനിലെ എന്ന് പറഞ്ഞു ചൊല്ലി പറയലല്ല. അതിന് നിയ്യത്ത് എന്ന് പറയില്ല, അത് തലഫുൾ എന്നാണ് പറയുക. ഏതുവരെ ചില ആളുകള് പൊലച്ചക്കൊക്കെ എണീക്കും, ഭക്ഷണം കഴിക്കും, എന്നിട്ട് നോമ്പിൽ ഞാൻ നിയ്യത്ത് ചെല്ലാൻ മറന്നു. പൊലച്ചക്ക് ഭക്ഷണം വരെ കഴിച്ചിട്ടുണ്ടാവും, പിന്നെന്താ നിയ്യത്ത് ചെല്ലാൻ മറന്നു. അങ്ങനെയൊന്നുമില്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ചൊല്ലിപ്പറയലല്ല, മനസ്സിൽ കരുതലാണ്. അതേപോലെ സഹോദരങ്ങൾ, അത്താഴം കഴിക്കുക എന്നത് വലിയ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉള്ളതാണ്. നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതും അതീവ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരക്ക കൊണ്ടാണ് തുറക്കൽ നല്ലത്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോ എന്ന പ്രാർത്ഥന ചെല്ലൽ സുന്നത്താണ്. തറാവീഹ് നമസ്കാരം റമദാനിൽ അല്ലാത്ത കാലത്തും ഒക്കെയുള്ള രാത്രി നമസ്കാരമാണ്. പക്ഷെ റമദാനിലാകുമ്പോ അത് ജമാഅത്തായി നമസ്കരിക്കുമെന്നുള്ളതാണ്. ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. മഹാനായ ഇമാം മാലിക് അസ്ബഹിയെ പോലുള്ള പണ്ഡിതരുടെ ഇമാമിയങ്ങളൊക്കെ റമദാനായി കഴിഞ്ഞാല് അവരെ എല്ലാ ദിവസവും നിർത്തിവെച്ച് ഖുർആനിലേക്ക് അവർ മുന്നിട്ടിറങ്ങുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്താണോ ഉള്ളത് അത് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി കൂടുതലായി ദാനധർമ്മം ചെയ്യുവാൻ സാധിക്കേണ്ടതുണ്ട്. റമദാനിൽ ധാരാളം ജാമിയ ഹിന്ദിന്റെ പിരിവ്, പ്രാദേശികമായ പിരിവ്, ധാരാളം സംഘടനാ പിരിവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വരുമ്പോഴേക്ക് അതേപോലെ അന്യസംസ്ഥാന ആളുകളുടെ പിരിവുണ്ട്. ആ കാണുമ്പോൾ അറപ്പും വെറുപ്പും അല്ല, റബ്ബാണ് പണം തന്നത്, ആ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനായി കഴിഞ്ഞാൽ ദാനധർമ്മം ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് റമദാന്റെ അവസാന പത്തിൽ അത്യധ്വാനം ചെയ്യുക, പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ റമദാൻ മാസത്തിൽ കൂടുതൽ കാര്യങ്ങളും ഇബാദത്തുകളും ചെയ്യുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.